നമസ്കാരം. നമ്മൾ ഇപ്പോൾ ഓണമൊക്കെ ആകാറായി. ഏകദേശം നമ്മൾ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാണ് നമ്മുടെ ഓണം. അപ്പോൾ ഓണത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ നമുക്ക് പുറമേ നിന്ന് പൂക്കൾ വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമായ പൂക്കൾ, ചെണ്ടുമല്ലി, ജമന്തി അങ്ങനെയുള്ള ചെടികൾ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം വെച്ചാൽ മഴക്കാലത്ത് നല്ല മഴയാണിപ്പോൾ. ഈ മഴയത്ത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി നമ്മൾ ചെണ്ടുമല്ലി തൈകളൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീച്ചലൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നല്ലൊരു ഗ്രോത്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വർഷം കുറച്ച് അധികമൊന്നുമില്ല, ഒരു 10 തൈകൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ തൈകൾ ഇതേപോലെയുള്ള ചട്ടികളിൽ നടുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ചെണ്ടുമല്ലി നട്ടു. അത് മാത്രമല്ല, ഞാൻ ഷെയ്ഡുള്ള ഏരിയയിൽ നനച്ച് കൊടുക്കും. നന്നായിട്ട് വെയിൽ, അതായത് നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട്, തറയുടെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മഴ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ ഉണ്ടാവില്ല. നമ്മൾ വേണമെങ്കിൽ കുറച്ച് ആവശ്യമുള്ളപ്പോൾ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു 4-5 ഇലയൊക്കെ ഹൈറ്റ് വരുന്ന സമയത്ത് നമ്മൾ അതിന് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ നമുക്ക് നിറയെ പൂക്കൾ ഒരു തൈയിൽ നിന്ന് കിട്ടും. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രൂൺ ചെയ്ത ഒരു ചെടിയാണ് ഈ ഒരു കാണുന്നത്. അപ്പം അതിൻ്റെ തലഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പീസ് നമ്മൾ ഇതുപോലെ തന്നെ അതേ ചട്ടിയിൽ തന്നെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ആഴ്ച പ്രായമുണ്ട് ഇത്. അപ്പം അത് നമ്മൾ മറ്റൊരു തൈയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഏതാണ്ടൊരു 4 ഇതളിൻ്റെ ഹൈറ്റ്, അതായത് 1, 2, 3, 4 അതിന് കുറച്ചുകൂടെ ഹൈറ്റിൽ നമ്മളിതിനെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒന്നുകിൽ ബ്ലേഡ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കത്തികൾ എടുക്കാം. പക്ഷെ നമ്മൾ ആ കത്തികൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്നുകിൽ നമ്മൾ ലൈറ്റർ കൊണ്ട് ചെറുതായിട്ട് ഇതൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ ഇട്ടൊന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സാധാരണ ആൽക്കഹോൾ ഇട്ട് സ്വൈപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്റ്റെറിലൈസ് ആയി അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ഹൈറ്റിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കട്ട് ചെയ്ത തൈകളാണ്. ഇതും അതുപോലെ ഇതതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത തൈകളാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ തൈ ഇവിടെ കാണാം. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് കട്ട് ചെയ്ത തൈയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും നിറയെ ബ്രാഞ്ചസ് വരുന്നുണ്ട്. അതേപോലെ അതിൻ്റെ താഴെ നിന്നൊക്കെ ഇതേപോലെയുള്ള ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. അപ്പം ബ്രാഞ്ചുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് പൂക്കളുടെ എണ്ണവും കൂടും. അപ്പം മാത്രമല്ല, നമുക്ക് അതിൻ്റെ തലഭാഗം, കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ മറ്റൊരു തൈയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ചെറിയ ഇതേപോലെയുള്ള ചട്ടിയിലേക്ക് പറിച്ചു നടാം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അഗ്രഭാഗത്ത് ഒന്നുകിൽ നമുക്ക് മണ്ണ് തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗിസൈഡ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ സാധാരണയായിട്ട് ഫൈട്രാൻ എന്ന് പറയുന്ന ഇത് കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ തുരിശ് ഒക്കെയുള്ള ഒരു മിശ്രിതമാണ്. നമുക്ക് ഇല പൊഴിച്ചിലോ അല്ലെങ്കിൽ ചീച്ചലൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണയായിട്ട് ചെറിയൊരു ഇതേപോലെയുള്ള ഇത് സാധാരണ നമ്മൾ ചെടിക്കൊക്കെ, ഇപ്പോൾ കുരുമുളക് പോലെയുള്ള തൈകൾക്കൊക്കെ നമ്മൾ കായ് പൊഴിച്ചിലൊക്കെ കളയാൻ വേണ്ടിയിട്ട്, അതുപോലെ കവുങ്ങിനൊക്കെ അടിക്കുന്നൊരു മരുന്നാണ്. അപ്പോൾ ഇത് കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണ്. അപ്പോൾ ഇതിൽ വെള്ളവും അതുപോലെ പശയും ചേർത്തിലാണ് കവുങ്ങിനൊക്കെ അടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ചെറിയൊരു ഡബ്ബയിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ഈർക്കിലെടുത്തിട്ട് നമ്മളതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലുള്ള ചെറിയൊരു കമ്പ് എടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ട്, ഇപ്പം ചെറിയ നനവ് ഇവിടെ ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ജസ്റ്റ് തേച്ച് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. കട്ടായ ഇതുപോലെ ജസ്റ്റ് തേച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഭാഗം പിന്നീട് ചീച്ചലൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമുക്കിനി പുതിയതായിട്ട് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ തൈയൊക്കെ നല്ല ബ്രാഞ്ചസ്, നല്ല കരുത്തുള്ള ബ്രാഞ്ചസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത ഒരു ഭാഗം. അപ്പോൾ അത് അവിടെ ചീച്ചലൊന്നും വന്നിട്ടില്ല. പുതിയ കുറേ ബ്രാഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ ഇനി 1-2 കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെടി ഇത് അത്ര ഒരു ഉഷാറുള്ള തൈയല്ല, പക്ഷേ എങ്കിലും അല്പം ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു തൈ ഏതാണ്ട് 1, 2, 3, 4 ഇലേൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തു.
അപ്പോൾ ഈ കട്ട് ചെയ്ത ഈ ഒരു തൈ ഇവിടെയും നമ്മൾ അല്പം ഈ കോപ്പർ ഓക്സിക്ലോറൈഡ് നമ്മൾ അല്പം ഇവിടെ തേച്ച് കൊടുക്കുക, ഇതേപോലെ തേച്ച് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ ഈ ഭാഗത്തും ഇതേപോലെ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ചെറിയ പ്ലാന്റ് ഇത് നമുക്ക് മറ്റൊരു തൈയായിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഇതേ ചട്ടിയിൽ തന്നെ നടുകയാണ്. വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് പറിച്ച് മറ്റൊരു ചട്ടിയിലേക്ക് ഇത് നടാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു 5 തൈ വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു 10 തൈ അതിനകത്ത് നിന്ന് ലഭിക്കും. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാളും കുറച്ച് സൈസ് കുറവായിരിക്കും. അപ്പം ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ചെണ്ടുമല്ലിക കൃഷി ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ അത്യാവശ്യം ഒരു 10 തൈകളൊക്കെ വാങ്ങി ചെറിയ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് ആവശ്യമായിട്ടുള്ള പൂക്കൾ ലഭിക്കും. ഇതാണ് കറക്റ്റ് സമയം. ഏതാണ്ട് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഓൾറെഡി ഞാൻ നട്ടത് ഞാൻ കാണിക്കാം. പുറത്ത് 1-2 നട്ടിട്ടുണ്ട്. അതൊക്കെ പൂക്കൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ചെണ്ടുമല്ലിയ കൃഷി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചാണകവളം, അതായത് പോട്ടിംഗ് മിശ്രിതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചാണകവും അതുപോലെ മണ്ണും കുറച്ച് ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വേരോട്ടം ഉണ്ടാവും. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇപ്പോൾ ഇതിൽ പുതിയതായിട്ട് കുറേ റൂട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതും അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുക. ഇത് നമ്മൾ ഈ വർഷം നട്ട ചെണ്ടുമല്ലീൻ്റെ ഒരു തൈയാണ്. അത് ഏകദേശം ഓൾറെഡി പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മഞ്ഞയാണിത്. ഞാൻ സാധാരണ മഞ്ഞയും ഓറഞ്ചുമാണ് നട്ടിട്ടുള്ളത്. വെള്ള നമുക്ക് അതിൻ്റെ തൈകൾ ലഭിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം ഇതും ഇതേപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് ബ്രാഞ്ചസ് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ബ്രാഞ്ചസിലും ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും. അപ്പം ഇത് ഞാൻ ജസ്റ്റ് പ്രൂൺ ചെയ്യാതെ വെച്ചൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്രൂൺ ചെയ്യാതെ രണ്ടും ഒരേ പ്രായമുള്ള പ്ലാന്റാണ്. പക്ഷേ ഇത് പ്രൂൺ ചെയ്യാതെ വെച്ചാണ്. അപ്പം പ്രൂൺ ചെയ്യാതെ വെച്ചുകൊണ്ട് ഇതിന് ബ്രാഞ്ചസ് കുറവാണ്, സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രൂൺ ചെയ്ത സാധനം ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. പുറത്ത് നട്ട തൈകളാണിത്. ഇപ്പം ഇത് മഴ കൊള്ളുന്നുണ്ട്. പക്ഷേ ഇത് അത്ര ഡയറക്റ്റ് മഴ കൊള്ളുന്നതുകൊണ്ട് തന്നെ അത്ര ഹെൽത്തി അല്ല പ്ലാന്റ്. അപ്പം ഇവിടെയൊക്കെ ഇതേപോലെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ചട്ടികൾ നട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഓപ്പൺ സ്പേസിലാണ്. അപ്പോൾ കൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്തിന് ചെറുതായിട്ട് കണ്ടിന്യൂസ് മഴയായതുകൊണ്ട് ചെറുതായിട്ട് ചീച്ചലൊക്കെ വരുന്നുണ്ട്. അതുപോലെ നിറയെ പൂക്കളായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.